ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് USA നിന്നൊരു അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്ററാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ജൂൺ 20 തൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ശനിയാഴ്ച വലിയ ദൈവപ്രവൃത്തി കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിനെ ഒന്ന് ബ്ലെസ് ചെയ്യാം. കർത്താവ് എല്ലാ നിലയിലും ഹാപ്പി ബർത്ത്ഡേ ടു യു സിസ്റ്റർ. കർത്താവ് എല്ലാ നിലയിലും സിസ്റ്ററിനെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനൊന്ന് വിശ്വസിക്കുന്നു, ഇത് വാഗ്ദത്തത്തിൻ്റെ മാസമാണ്. ഈ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇങ്ങനെ തന്നെ ആഴമായി വിശ്വസിക്കുന്നു. നീണ്ട നാളുകൾ ദൈവശബ്ദമില്ലാത്ത ഇരുട്ടിൽ നിന്ന ജനത്തിന് അത്ഭുത പ്രകാശം വെളിപ്പെട്ടതുപോലെ മറിയുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന മാസമാണ്. ഒന്നുകൂടെ വിശ്വസിച്ചാൽ, നാളുകളായി പ്രാർത്ഥിച്ചിരുന്ന സക്രിയാവിന് വേണ്ടി ദൂതൻ ചലിച്ച മാസമാണ്. രണ്ടാമത്തേത് സക്രിയാവിൻ്റെ ഭാര്യ എലിസബത്തിൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് നിന്റെ ദൈവം ഉരുട്ടിക്കളഞ്ഞ ആ അനുഭവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ഇതൊരു മിനിസ്ട്രി എന്ന കുടുംബമാണ്. നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന് ഇവർക്കൊരു അത്ഭുത തലമുറയെ, ഒരു യോഹന്നാനെ ദൈവം പകരാൻ പോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വർധനവിനായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു യോഹന്നാൻ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് വാക്കു പറഞ്ഞാൽ മാറാത്തവനാകയാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദത്തത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ, അങ്ങയുടെ കൃപ വെളിപ്പെട്ട് വരട്ടെ, അങ്ങയുടെ മഹത്വം ചലിക്കട്ടെ. പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ചലിച്ചനായി നന്ദി. അങ്ങയുടെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെട്ടതിനായി നന്ദി. കർത്താവെ, ഈ പ്രിയ സിസ്റ്ററിനോടും കുടുംബത്തോടും പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ഈ മാസത്തിൽ ചലിക്കാൻ തുടങ്ങട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കുവാൻ തുടങ്ങിയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ സിസ്റ്ററിന് വേണ്ടി ഒരു വാക്യം ഇപ്പോൾ വിശ്വാസത്തിൽ കണ്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. കർത്താവെ, ഈ വാക്യത്തിൻ്റെ ശക്തി ഈ മകളുടെ മേലിൽ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ഈ ദൈവവചനത്തിന് എത്രത്തോളം വലിപ്പവും ശക്തിയുമുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിക്കുന്നത്. ഞാനും നിങ്ങളും എപ്പോഴും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പദമുണ്ട്: നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതേ നിലയിൽ തന്നെ നിങ്ങൾ ഈ ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞ്, ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കുകയും പറയാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു: ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അപ്പോൾ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത ഏശയ്യാവ് 55-ാം അധ്യായത്തിൽ പറയുന്നു, അത് അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകത്തുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഈ തിരുവചനത്തിൻ്റെ ശക്തി ചിലവരെ ഇപ്പോൾ തൊടാൻ പോവുകയാണ്, ചിലവരെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അത് ആഴമായിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഏത് അനുഭവത്തിലാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. തിരുവചനത്തിൻ്റെ ശക്തി ചിലതിൻ്റെ പാതകളെ തുറക്കാൻ പോവുകയാണ്, ചിലതിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഈ മിനിറ്റ് മുതൽ അധരങ്ങൾ ചലിപ്പിക്കണമേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേനൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ആ കരമൊക്കെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്: തിമായിയുടെ മകനായി ബർത്തിമായി എത്ര നാളായി ആ റോഡിൻ്റെ വക്കിൽ യാചകനായി ഇരുന്നെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു ആരവം കേട്ടപ്പോൾ അവൻ
പ്രതികരിച്ചു തുടങ്ങി. ഒരാരവം കേട്ടപ്പോൾ അവൻ പ്രതികരിച്ചു തുടങ്ങി. ആരവം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞോ, നസറേയനായ യേശു ഇതുവഴി കടന്നു പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി യേശു നിൽക്കുവാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്തെല്ലാം എതിർപ്പുണ്ടായിട്ടും അവൻ വിശ്വാസത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഇതാ ഉച്ചത്തിൽ നിലവിളിക്കുന്നതിന് വേണ്ടി യേശു നിൽക്കുകയാണ്. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് നിൽക്കാൻ പോവുകയാണ്. ചിലവർ വിശ്വാസത്തെ ദൈവം മാനിക്കാൻ പോവുകയാണ്. ആഴമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പേ, ഈ വചന സന്ദേശം തീരുന്നതിന് മുമ്പേ ചിലതിൻ്റെ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തിന് ജീവനുണ്ട്. ഈ വചനത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1:4 പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ 9-ാമത്തെ വാക്യം പറയുകയാണ്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവിൽ സ്വീകരിക്കുക, നമ്മുടെ കർത്താവ് വെളിച്ചമാണ്. ഇന്ന് ഇരുട്ടിൽ നിൽക്കുന്ന ഏതൊക്കെയോ ജീവിതങ്ങൾ കർത്താവ് പറയുകയാണ്, നിങ്ങളെ കരം പിടിച്ച് ഈ വചനത്തിൻ്റെ ശക്തി ഇതാ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാഴ്ച ആരംഭത്തിൽ തന്നെ പറയുകയാണ്, വെളിച്ചം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി സ്പീഡ് വർദ്ധിക്കും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. വിശ്വാസത്തോടെ പറ, ഇന്നുവരെയും നടക്കാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ വചനത്തിന് മാറ്റമില്ലെങ്കിൽ, എൻ്റെ കർത്താവിന് മാറ്റമില്ലെങ്കിൽ, ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചിലവരെ തൊടുന്നു എന്ന് ഞാൻ തിരിച്ചറിയാണ്. ആ നിലകളിൽ ഇന്നത്തെ ഈ വചന സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കർത്താവ് തൻ്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റുകളെ തൻ്റെ ദൂതവാഹന്മാരാക്കുന്ന ദൈവം. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശത്തിലെ തലക്കെട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ അയക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ ആരംഭത്തിൽ തന്നെ ഞാൻ ഈ വാക്യം ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ. ഇതാ, ദൈവവചനം എവിടെ ശക്തമായി വെളിപ്പെടുന്നുണ്ടോ ആ ശബ്ദത്തിനകത്ത് ചലിക്കുന്ന ചില ദൂതന്മാരുണ്ട്. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ഇന്നലകളിൽ സാന്നിധ്യം അനുഭവിച്ചവർ ഇന്ന് ദൂതന്മാരുടെ പ്രത്യക്ഷത കാണാൻ പോകും. ഞാൻ അതിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, ബൈബിളിൽ 273 പ്രാവശ്യം ബൈബിളിൽ ദൂതന്മാരെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്ര വലിപ്പത്തിൽ ഈ പുസ്തകത്തിനകത്ത് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയ നിയമത്തിൽ 108 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 165 പ്രാവശ്യവും പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇത്ര വചനങ്ങൾ ദൂതന്മാരെ കുറിച്ചുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ആഴം പറയുന്നു, 104 പ്രാവശ്യം തൻ്റെ ഭക്തന്മാരുടെ മുമ്പിലേക്ക് ദൂതന്മാർ വെളിപ്പെട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ കരം ഉയർത്തിപ്പിടിച്ചു പറ, നിനക്ക് വേണ്ടി ഇതാ ദൂതന്മാർ ചലിക്കാൻ പോകുന്നു. നിന്റെ വിഷയത്തിനകത്ത് ദൂതന്മാർ ചലിക്കാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എബ്രായ ലേഖനം 1:14 പറയുന്നു, അവരൊക്കെയും രക്ഷ പ്രാപിക്കുന്നവരെ സേവാത്മാക്കളാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കൾക്കും ദൂതന്മാരുടെ കാവലുണ്ട്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവാസന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് വേണ്ടി ബലശാലികളായ ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ സഭ പ്രാർത്ഥിക്കുന്നു, പക്ഷേ മനുഷ്യൻ ആർക്കും ചെല്ലാൻ പറ്റാത്ത കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങുകയാണ്. ദൂതൻ ഇറങ്ങുമ്പോൾ വ്യക്തമായി സ്വീകരിച്ചോ, ആ സ്ഥലത്ത് വെളിച്ചം വെളിപ്പെടും, ചങ്ങലകൾ അഴിഞ്ഞു വീഴും, 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന് വാതിലും സ്വതമേ തുറക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ചില വാതിലുകൾ തുറന്നു വരുന്നത് കാണാൻ പറ്റുകയാണ്. ചില ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ നിന്ന് ചലിച്ച് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി, ഭയങ്കരമായ ചലനം ഇപ്പോൾ സംഭവിക്കുന്നു. ദൂതൻ ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിനകത്ത് ശത്രു വെച്ചിരിക്കുന്ന ടൈം പീരീഡുകളെ ദൈവം കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. വേഗത്തിൽ ചില മറുപടികൾ സംഭവിക്കാൻ പോകുന്നു. വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ ആരംഭത്തിൽ തന്നെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ദൂതൻ ഒരുത്തിന് കാവലായി വെളിപ്പെട്ടാൽ നിങ്ങൾ ആത്മീക തലത്തിനകത്ത് ഉന്നതമായ ചലനങ്ങൾ സംഭവിക്കും. ആരും സഹായിക്കാനില്ലാതെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ ഇതാ ഏലിയാവിൻ്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് അവന് ആഹാരം കൊടുക്കുകയാണ്. എന്നിട്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ആത്മാവിൽ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ എവിടെയോ വാതിലുകൾ അടഞ്ഞ് ഇനി മറുപടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലവരെ അടുക്കിലേക്ക് ഇതാ ദൈവദൂതന്മാർ ചലിക്കുകയാണ്. കാരണം ദൈവ ശബ്ദം കേട്ട്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ള ദൂതന്മാർ ഇതാ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്.
ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചന സന്ദേശം പറയുമ്പോൾ നടന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1982 കോട്ടയത്തെ സ്വകാര്യ കമ്പനിയിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നല്ല നിലയിൽ ആ കമ്പനി മുമ്പോട്ട് പോകുമ്പോൾ അവിടുത്തെ യൂണിയൻകാർ സമരം തുടങ്ങി. ഇനി ഓവർ ടൈം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ഓവർ ടൈം ഇല്ലാതെ തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം തുടങ്ങുമ്പോൾ കട്ടപ്പന സ്വദേശിയായിരിക്കുന്ന വർഗീസ് ആ കമ്പനിയിൽ പുതിയതായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. വർഗീസ് ഒരു വിശ്വാസിയാണ്. തൻ്റെ ജീവിതത്തിനകത്ത് സാമ്പത്തികം ഒത്തിരി ആവശ്യമുള്ളതുകൊണ്ട് താൻ 1-2 ഷിഫ്റ്റുകൾ ഒരു ദിവസം ചേർന്ന് ചെയ്യും. ഹല്ലേലൂയ. ഈ ഷിഫ്റ്റുകൾ ചെയ്യാനായിട്ട് താൻ മുതിരുമ്പോൾ യൂണിയൻകാരെ ശ്രദ്ധിച്ചില്ല. തൻ്റെ അധികാരികളോട് താൻ കീഴ്പ്പെട്ടു. താൻ 2 ഷിഫ്റ്റ് ഒരുമിച്ച് ചെയ്യും. അങ്ങനെ ദിനംപ്രതി ചെയ്തു വരുമ്പോൾ രാത്രി 12:30 ഹല്ലേലൂയ വർഗീസ് ഇതാ കമ്പനി വിട്ടിറങ്ങുമ്പോൾ ഒരു ദിവസം ഹല്ലേലൂയ ആ യൂണിയൻ മേധാവികൾ തീരുമാനിച്ചു, ഇവനെ മുമ്പോട്ട് വിട്ടാൽ നമ്മുടെ കാര്യങ്ങൾ കുഴപ്പത്തിലാകുന്നതുകൊണ്ട് ഇവനെ ചേർന്ന് അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി. പക്ഷെ വർഗീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വർഗീസ് ഓരോ ദിവസവും കമ്പനി വിടുമ്പോഴും കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. വർഗീസ് താമസിക്കുന്നത് കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ്. ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നടന്നാണ് വർഗീസ് വീട്ടിലോട്ട് പോവുകയും തിരിച്ച് കമ്പനിയിലോട്ട് പോവുകയും ചെയ്യുന്നത്. ആ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കരമുയർത്തിപ്പിടിച്ചു, ദൈവമേ നിന്റെ ദൂതന്മാരുടെ കാവൽ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് 91 സങ്കീർത്തനം 11 വാക്യം പറയും, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന വാക്യം വർഗീസ് ബ്രദറിന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് വർഗീസ് ബ്രദർ ദിനം പ്രതി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നെ കേൾക്കുന്ന പഴമക്കാർ പലവരും യേശുവിൻ്റെ രക്തത്തിലും ദൈവദൂതന്മാരുടെയും കാവൽ ചോദിച്ചാണ് വീട്ടിൽ നിന്ന് പ്രാർത്ഥനയോടെ ഇറങ്ങുന്നത്. ജോലിക്ക് പോയാലും എന്ത് കാര്യത്തിനാണെങ്കിലും അവർ പ്രാർത്ഥനയോടെ ഇറങ്ങുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ദൈവദൂതന്മാരുടെ കാവൽ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവർ വീണ്ടും ഒരു അറിവിനായി ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുകയാണ്. നിങ്ങളുടെ വാഹനത്തെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ ഭവനത്തെയൊക്കെ യേശുവിൻ്റെ ദൂതന്മാരുടെ കാവലിന് വേണ്ടി നിങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം കർത്താവ് അവൻ്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി കാവലയക്കുകയാണ്. ആത്മാവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ചിലവർക്ക് വേണ്ടി ദൈവദൂതന്മാരുടെ കാവൽ വർദ്ധിക്കാൻ പോവുകയാണ്. ആഴമായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതാ വർഗീസ് ആ രാത്രിയിൽ 12:30 ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടുത്തെ യൂണിയൻ മേധാവികൾ ഒരുമിച്ച് ബാക്കിയുള്ളവരുമായി ഒരുങ്ങി നിൽക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇവനെ അവസാനിപ്പിക്കണം. എന്നാൽ പ്രാർത്ഥനയോടെ ഗേറ്റ് കിടക്കുന്ന വർഗീസിൻ്റെ മുമ്പിൽ അന്നുവരെയും കാണാത്ത ഒരു ബലശാലി എന്ന് പറഞ്ഞാൽ വളരെ വലിയ പൊക്കമുള്ള, വലിയ ശരീരമുള്ള, വലിയ ആരോഗ്യമുള്ള എന്ന് പറഞ്ഞാൽ 2-3 പേരെങ്കിലും പിടിച്ചാൽ ആ വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യൻ വർഗീസിന് തൊട്ടു മുമ്പേ നടന്നു നീങ്ങുകയാണ്. ആ നടന്നു നീങ്ങുമ്പോൾ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് അവിടെ നിൽക്കുന്നവർ, വർഗീസിനെ അവസാനിപ്പിക്കാൻ ചിന്തിച്ച് നിൽക്കുന്നവർ ഭയപ്പെട്ട് വിളിച്ചു ചോദിച്ചു, കട്ടപ്പന സ്വദേശിയായിരിക്കുന്ന വർഗീസാണോ ഈ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, വർഗീസ് ഉച്ചസ്വരത്തിൽ തിരിച്ചു മറുപടി പറഞ്ഞു, അതേ ഞാൻ തന്നെയാണ്. അവൻ മുമ്പോട്ട് പോവുകയാണ്. ഇതാ കട്ടപ്പന സ്വദേശിയായ വർഗീസ് ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ചെന്ന് താൻ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോഴും ഈ വ്യക്തി തനിക്ക് മുമ്പായി നിൽക്കുകയാണ്. എന്നാൽ വാതിലടച്ചപ്പോൾ പിന്നെ താൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ പുലർച്ചയ്ക്ക് 6:30 കഴിഞ്ഞപ്പോൾ വർഗീസിൻ്റെ വാതിലിൽ കൊട്ട് കേൾക്കുകയാണ്. വർഗീസ് ഉറക്കപ്പിച്ചിൽ വന്ന് വാതിൽ തുറക്കുമ്പോൾ യൂണിയൻ മേധാവിയിൽ ഒരുത്തനാണ്. ആ വ്യക്തി ചോദിക്കുകയാണ്, വർഗീസ് ഇന്നലെ നിന്റെ മുമ്പിൽ കടന്നുപോയത് ആരാണ്? ഞങ്ങൾ ഈ പട്ടണത്തിൽ ആരെയും കണ്ടിട്ടില്ലല്ലോ. ആ നടന്ന കാര്യങ്ങൾ യൂണിയൻ മേധാവി തന്നോട് പറയുമ്പോൾ, ഞങ്ങൾ ഇന്നലെ നിന്നെ അവസാനിപ്പിക്കാൻ നിന്നതാണ്, പക്ഷേ ഞങ്ങളിൽ ചിലവർ ആ വ്യക്തിയെ കണ്ട് ഞങ്ങൾക്ക് ശാരീരികമായ വിഷമവും പനിയൊക്കെ ആയ ചിലവരുണ്ട്, പേടിച്ചു പോയി. ആരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ വർഗീസ് പറയും, ഞാനും ശ്രദ്ധിച്ചു, എനിക്ക് മുമ്പിൽ ഒരാൾ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കാവലിനായി, എൻ്റെ ജീവരക്ഷയ്ക്കായി എനിക്ക് വേണ്ടി അയച്ച ദൂതനാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുക. ഒരനർത്ഥവും വരാതെ നിന്നെ കാക്കുന്ന ദൈവദൂതന്മാർ ഇന്ന് പകൽ ചലിക്കുകയാണ്. ഒന്നുകൂടെ നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് ഞാനൊരു വാക്യം വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഈ വായിച്ചു കേട്ട വാക്യം ശക്തിയോടെ ഏറ്റെടുക്കാൻ പറ്റുന്നുള്ളത് ഏറ്റെടുത്തോ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെ കഴിവല്ല അനർത്ഥം വരാത്തത്, ആക്സിഡൻറ്റുകൾ വരാത്തത്. ദൈവകൃപയും ദൈവിക ദൂതന്മാരുടെ സംരക്ഷണമാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കിടക്കുന്നത്. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് ഡൽഹിയിൽ നിന്ന് നമ്മുടെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിൻ്റെ പേര് ജിതിൻ എന്നാണ്. ആ ബ്രദർ ജോലി കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് ഇറങ്ങി ആ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വലിയ ട്രക്ക് ഇടിച്ച് താൻ റോഡിൻ്റെ സൈഡിൽ വീണ് കിടക്കുകയാണ്.
ആരും തന്നെ രക്ഷിക്കാനില്ല. ആലിയ തൻ്റെ രക്തം തൻ്റെ മുട്ടിൽ നിന്നൊക്കെ ഒഴുകുന്നുണ്ട്. താൻ ചിന്തിച്ചത് അവിടെ കിടന്ന് മരിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ ഞാൻ ഇതേപോലെ ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞു. തന്നെ പകുതി കണ്ണടച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, എന്നെ വിടുവിക്കാൻ ഒരു ദൂതനെ അയക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ, ഒരു താടിയുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് തന്നെ സ്കൂട്ടറിൽ എടുത്ത് കയറ്റിക്കൊണ്ട് ഓടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വേണ്ട മരുന്നുകളെല്ലാം എടുത്ത് ചില സമയങ്ങളിൽ ഇവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ് ആ റൂമിനകത്ത് കയറി. പിന്നെ ആ പ്രായമുള്ള മനുഷ്യനെ കണ്ടില്ല. താൻ അന്ന് ആ സൂം മീറ്റിങ്ങിലും എന്നോടും വിളിച്ച് പറഞ്ഞത്, പാസ്റ്റർ പ്രസംഗിച്ച ദൂതനെ ഞാൻ കണ്ടു. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവിക ദൂതന്മാർ ചലിക്കാൻ പോകുന്നു. ദൈവിക ദൂതന്മാരുടെ ചലനം സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കും. നിനക്കൊരു പോറല് പോലും പറ്റാതെ ദൈവം നിന്നെ കാക്കാൻ തയ്യാറാകും. നിന്റെ കാൽ കല്ലിൽ മേൽ തട്ടാതെ വേണം ദൈവദൂതന്മാർ നിന്നെ വഹിക്കും. അപ്പോൾ ഇന്നത്തെ ചിന്തയുടെ ആഴത്തിലോട്ടൊന്ന് വരികയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കാറ്റിൻ്റെ രൂപത്തിൽ അയക്കപ്പെടുന്ന ദൂതന്മാരുണ്ട്. അതിനെ ഒന്ന് തിരിച്ചറിയാമെങ്കിൽ 103-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളും കുറിവാക്യമായി വായിച്ചതെങ്കിൽ 104-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക്, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചു പറ, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുകയാണ്. ആത്മാവിൽ ഈ വചനത്തെ ഏറ്റെടുക്കാമെങ്കിൽ ഇതേ വചനം തന്നെ എബ്രായലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലും പ്രസ്താവിക്കുന്നതായി കാണാം. ഞാനിങ്ങനെ വിളിച്ചു പറയുകയാണ്, വചനത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് 2 സാക്ഷിമൊഴികൾ ഉറപ്പുവരുത്തുന്നതാണ്. 2 വചനങ്ങൾ ഒരേ നിലയിൽ വന്നാൽ ഈ വചനത്തെ ഉറപ്പായിട്ട് വിശ്വസിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് വാക്യത്തിലോട്ട് വരാം. എബ്രായലേഖനം 1:7, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ എബ്രായലേഖനത്തിൽ ഈ വാക്യം കൂടെ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ദൈവത്തിൻ്റെ ദൂതന്മാർ കാറ്റിൽ ചലിക്കും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നോ, കാറ്റ് എങ്ങോട്ട് പോകുന്നോ അറിയുന്നില്ല. ഇതേപോലാണ് ആത്മാവിൽ ജനിച്ചവൻ. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാറ്റിനോട് നമ്മെ കൂടെ സദൃശ്യമാക്കുമ്പോൾ ഇതാ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് 4 വിധ കാറ്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഈ 4 വിധ കാറ്റുകൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇന്ന് വഴി തുറക്കുന്ന ദൂതന്മാർ ചലിക്കും. കാറ്റ് എവിടെ നിന്ന് വരുന്നോ, കാറ്റ് എങ്ങോട്ട് പോകുന്നോ എന്നോ ഞാനും നിങ്ങളും അറിയാത്തതുപോലെ, ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ശലോമോൻ പറയുന്നു, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടൊന്നും ഞാനും നിങ്ങളും അറിയുന്നില്ല. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥി ഉരുവാകുന്നതും എപ്പോഴും അറിയാത്തതുപോലെ സകലതും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാനും നിങ്ങളും അറിയുന്നില്ല. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ദൈവികമായൊരു വിടുതലിൻ്റെ കാറ്റ് ഇതാ നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ 4 വിധ കാറ്റുകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കണം. ഞാൻ ഈ കാറ്റുകൾക്ക് പേരിട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, ദ വിൻഡ് ഓഫ് ഡെലിവറൻസ്. ആർക്കും തുറക്കാൻ പറ്റാത്ത വഴി ഇതാ നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റടിച്ചുകൊണ്ട് തുറക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കയറുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കാറ്റടിക്കുമ്പോൾ നിന്റെ വേഗത വർദ്ധിക്കാൻ പോകുകയാണ്. വേഗത്തിൽ ചില നന്മകൾ നീ കാണാൻ പോകുന്നു. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ആ വാക്യത്തിനകത്തോട്ട് വരികയാണ്. ആ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം, മോശ കടൽമേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോശ ഇതാ കടലിന് നേരെ കൈനീട്ടിയാണ്. ആ സമയത്ത് മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ വഴി തുറക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇസ്രായേൽ മക്കൾക്ക് മുമ്പിലേക്ക് വീശുന്ന ഈ കാറ്റ് അവരെ തൊടാതെ അവരെ വഴി തുറക്കണമെങ്കിൽ ഈ കാറ്റിൻ്റെ വേഗത 2220 കിലോമീറ്റർ വേഗത എന്നാണ് പറയുന്നത്. ആഴമായിട്ട് വെള്ളത്തെ ഉണക്കാൻ കഴിയുന്ന, ഉണങ്ങിയ നിലമാക്കുന്ന ഈ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇന്നും ചലിക്കും. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുന്ന ദൈവം ഇതാ ഇസ്രായേൽ മക്കളെ അക്കരെ കയറ്റുവാനായിട്ട് ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇതാ വിൻഡ് ഓഫ് ഡെലിവറൻസ് ചലിക്കുകയാണ്. അന്ന് വെളിപ്പെട്ട കാറ്റ് ഇന്നും ചിലവർ വഴിയെ തുറക്കാൻ ദൈവം അയക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത തലത്തിലേക്ക് നമ്മൾ വരുന്നു. 2-ാമത്തെ കാറ്റിനെ കുറിച്ച് ഇതാ സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത്
പറന്നു നിൽക്കുമാറാക്കി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കാറ്റിനെ കുറിച്ച് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് വിൻഡ് ഓഫ് പ്രൊവിഷൻ എന്നാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ള ആഹാരത്തിൻ്റെ കരുതൽ, അല്ലെങ്കിൽ അവൻ കരുതുന്നവനാണെന്നുള്ളത് വെളിപ്പെടുത്തിയത് ദൈവം ഒരു കാറ്റിനെ ഊതിക്കൊണ്ട് ഇതാ കടലിൽ നിന്ന് കാടപ്പക്ഷിയെ കൊണ്ടുവരികയാണ്. കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് ഒരു ദിവസം ഇങ്ങോട്ടും ഒരു ദിവസം അങ്ങോട്ടുമായി അവർക്ക് പിടിക്കാൻ തക്കവണ്ണം 2 മുഴം പൊക്കത്തിൽ നിർത്തി കൊടുക്കുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ നീളം കുറഞ്ഞവനും നീളം കൂടിയവനും അത് പിടിച്ച് അവൻ്റെ ആഹാരമാക്കാൻ തക്കവണ്ണം ഇതാ ദൈവം അത്ഭുതങ്ങളെ അവർക്ക് വേണ്ടി ചെയ്യാണ്. 78-ാം സങ്കീർത്തനം 26-27 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അവൻ ആകാശത്ത് കിഴക്കൻ കാറ്റിനെ അടിപ്പിച്ചു, തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റിനെ വരുത്തി. 27-ാമത്തെ വാക്യം, അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ കാറ്റടിപ്പിച്ച് പൊടി പോലെ മാംസത്തെ കൊടുക്കുകയാണ്, ആഹാരത്തെ കൊടുക്കുന്ന ദൈവം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കാറ്റ് ഇന്ന് ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളിൽ വെളിപ്പെട്ട് വരും. നാളെക്കുറിച്ചും ഇന്നത്തെ ആഹാരത്തെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ജോലിയുടെ വഴി, നിനക്ക് വേണ്ടിയുള്ള വിടുതലിൻ്റെ വഴി ഇതാ കാറ്റിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ട് വരികയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. 3-ാമത്തെ കാറ്റ് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരെ മേൽ ഊതുക. അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ മേൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഈ 2 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ കാറ്റിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ദി വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ എന്നാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിന്റെ പുനഃസ്ഥാപനം സംഭവിക്കാൻ പോകുന്നു. നഷ്ടപ്പെട്ടത് ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്തുനിന്ന് ദൈവം 4 ദിക്കിൽ നിന്ന് കാറ്റ് അടിപ്പിച്ചുകൊണ്ട് ശ്വാസമേ അവരെ മേൽ ഊതുക എന്ന് പറഞ്ഞുകൊണ്ട് അസ്ഥിത്താഴ്വരയിൽ നിന്ന് അസ്ഥിയെ സൈന്യമാക്കി തീർക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുനഃസ്ഥാപനം നടക്കാൻ പോവുകയാണ്. ദൈവം ചിലതിനെ മടക്കി തരാൻ പോകുന്നു. അവൻ്റെ ദൂതന്മാരാൽ ചിലത് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ബിസിനസ്സിൻ്റെ നഷ്ടം, ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു എന്ന് പറയുന്നവർ, ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തിയിലും കടബാധയിൽ നിൽക്കുന്ന ചിലവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആത്മാവിൽ സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ഒരു റിസ്റ്റോറേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ഈ 3 കാറ്റുകൾ ഒരുമിച്ചിറങ്ങിയ സ്ഥലമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അവിടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് ഒരുമനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലത്തേക്ക് ഒരു കൊടിയ കാറ്റടിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. ഈ മാളിക റൂമിൽ ഇറങ്ങി വന്ന കാറ്റിൻ്റെ പ്രത്യേകത, വഴിയടഞ്ഞ് ആരും സഹായിക്കാനില്ലാതെ അനാഥനെ പോലെ യഹൂദന്മാരെ പേടിച്ചിരുന്നവർക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഇനിയൊരു വാതിലുകൾക്കും അടയാൻ പറ്റാത്ത രീതിയിൽ അവരെ നിറയ്ക്കുന്ന ഒരു കാറ്റിറങ്ങി വന്നു, അവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാറ്റിറങ്ങി വന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടുന്ന കണ്ണടയ്ക്ക് അസാധാരണമായ ദൈവദൂതന്മാരുടെ ചലനം ഇതാ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുന്നു. ആത്മാവിൽ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവിക കാറ്റടിക്കാൻ പോകുന്നു, ദൈവികമായ തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു. നന്ദി പറയുകയാണ്. ഈ 72 മണിക്കൂറിൽ ഞാനിവിടെ നിൽക്കും എന്നൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞാൻ ICUവിലായിരുന്നു. പാസ്റ്റർ പ്രത്യേകം വന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് അതുകൊണ്ട് വേണ്ടുന്ന രീതിയിൽ സഹോദരന്മാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസവും ഞാൻ യാത്രക്കിടയിൽ വാഹനമായിട്ട് ഒന്ന് വീഴുകയുണ്ടായി. എന്നിട്ടും എനിക്ക് ഇപ്പോൾ വാഹനം ഓടിച്ച് തന്നെ ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ കർത്താവ് ഇടയാക്കി. തുടർന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 72 ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കർത്താവ് എന്നെ എത്രത്തോളം നിർത്തിയതിനായി നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവதாக. ഞാൻ ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷി പറയാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ എൻ്റെ 10-ാം തീയതി പ്രേയർ നേരത്ത് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. സിസ്റ്ററെ, തലമുറയിൽ നിന്നും ഒരു അത്ഭുതം ദൈവം സിസ്റ്റർ കാണും. ഇന്നലെ എൻ്റെ മോന് രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് ഒരു വളവിൽ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് വളഞ്ഞ് വരുമ്പം ഒരു മോൻ്റെ അത്ര പ്രായമുള്ള ഒരു 34 വയസ്സായ പയ്യൻ സ്പീഡിന് ജോലിക്ക് പോകാനായിട്ട് സ്പീഡിന് വന്ന് മോൻ്റെ വണ്ടിയിൽ തട്ടിയില്ല, പക്ഷേ ഫ്രണ്ടിൽ പോയി അവൻ വന്ന് വീണ്, നല്ല ഇടിച്ച് വീണ് വണ്ടിയെല്ലാം ഇതായിപ്പോയി. അവിടെ കിടക്കുകയായിരുന്നു. ഒരു മനുഷ്യർ, ആട്ടോ ഡ്രൈവർ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആരും തന്നെ
അവനെ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. മോൻ പറഞ്ഞു ഒന്ന് സഹായിക്കണേ, ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആരും തൊട്ടില്ല. മോൻ തന്നെ മോനെ പൊക്കി കാറിലിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 10 മണിക്ക് വന്നതാണ്, 3:30 മണി വരെ എല്ലാ കാര്യവും തന്നെ മോൻ അപ്പം തന്നെ അവിടെ എന്തോ ദൈവം തട്ടി മാറ്റി. ബ്രദർ പറഞ്ഞ്, പാസ്റ്റർ പറഞ്ഞ് അത്ഭുതം സംഭവിക്കും സിസ്റ്ററെ, തലമുറയിൽ കൂടെ അത് സാക്ഷി പറയണമെന്ന്. അന്നേരം അവൻ എന്തോ വലിയ കാര്യം സംഭവിക്കാനുള്ളത് തട്ടിമാറ്റി മോനെയും രക്ഷിച്ച് അവന് ഒരു പ്രശ്നവും ഇല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മുട്ടി കീറി കുറച്ച് ഭാഗം പൊട്ടിയിട്ടുണ്ട്. അവന് വേറെ ശരീരത്തിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത്ഭുതകരമായി ദൈവം സഹായിച്ചതിന് എൻ്റെ ദൈവത്തിന് നന്ദി, കോടാകൊടി നന്ദി. ദൂത് പറഞ്ഞ പാസ്റ്ററിനും നന്ദി. ആമേൻ. ഒന്നുകൂടെ കരമൊന്ന് അടിച്ച് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞ ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവർ ആരാധന മുടക്കാത്തവരാണ്. അറിയാം, ഇവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. അങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരും നിന്നില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. കണ്ണുകൾ അടയ്ക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ചില ജീവിതങ്ങളിൽ അസാധാരണ വിടുതലുകൾ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളും പൂർണ്ണമായി വിശ്വസിക്കുക. ഇത് നിങ്ങളുടെ ദൈവപ്രവൃത്തിയുടെ സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വലിയ കാര്യം കർത്താവ് ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ മെസ്സേജുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വീണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബ് വിസിറ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് തൃശ്ശൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും കുണ്ട്രയിലും കായംകുളത്തും ഒക്കെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ വിളിച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ നേരിട്ട് കാണാം. കർത്താവ് നിങ്ങളെ ആദ്യത്തിൽ മാനിക്കട്ടെ. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.